City Gold and Diamonds, Kerala and Karnataka, the glow of purity. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായത് വലിയ തോൽവിയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും ആശങ്കയുള്ളത് BJPക്ക് 3 സീറ്റ് കിട്ടി എന്നുള്ളതാണ്. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ അന്വേഷിക്കാറുള്ളതെങ്കിൽ 3 സീറ്റിന്റെ ബ്ലോക്ക് നിയമസഭയിൽ BJPക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ നിർണായകമായ കാര്യം. ഒന്ന്, ത്രികോണ മത്സരത്തിൽ BJP ജയിച്ചെടുത്ത് UDF സാന്നിധ്യമാണ് LDFനെ തോൽപ്പിച്ചത്. 2, BJPക്കെതിരെ UDF ജയിച്ച മണ്ഡലങ്ങളിൽ LDF വോട്ടുകളാണ് BJPയെ തടഞ്ഞത്. ഇനി 2011 ബംഗാളിലേക്ക് പോകാം. ഇടതുപക്ഷത്തിനെതിരെ എല്ലാ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചാണ് മമത അന്ന് ജയിച്ചത്. RSS മമതയെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നായിരുന്നു. അന്ന് BJPക്ക് അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. BJP എന്ന പഴയ സഖ്യകക്ഷിയെ ബംഗാളിലേക്ക് കൊണ്ടുവന്നാൽ 30% വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്തി എന്നും എപ്പോഴും തനിക്ക് ജയിക്കാം എന്ന് മമത കരുതി. ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടരായി BJPയും തൃണമൂലും ചേർന്ന് ഇടതുപക്ഷത്തെ തല്ലിയൊതുക്കി. ഇപ്പൊ മമതയെ സംബന്ധിച്ചിടത്തോളം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി. വാളെടുത്തവൻ വാളാൽ. അതിരിക്കട്ടെ, കേരളത്തെ ആ നിലയിലേക്ക് ഒരുക്കിയെടുക്കാൻ മമതയുടെ സ്വഭാവമുള്ള കേരളത്തിലെ നേതാക്കൾ ശ്രമിക്കും. കരുതലോടെ ഇരിക്കണം നമ്മൾ. നോക്കൂ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസിൽ അതേ നടക്കും. മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നവരുടെ യുദ്ധമാണ് കോൺഗ്രസ് ഇനി കാണാൻ പോകുന്നത്. കോൺഗ്രസിലും ഘടകകക്ഷികളിലും മന്ത്രിമാരാകാൻ അർഹതയുണ്ടെന്ന് കരുതുന്നവർ ഇനി പാളയത്തിൽ പട നടത്താൻ പോവുകയാണ്. അതുണ്ടാക്കാൻ പോകുന്ന സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയാവസ്ഥയെ എങ്ങനെയാണ് മുന്നണി നേരിടുക? ഈ നില BJP ഉപയോഗപ്പെടുത്തും. അസ്വാരസ്യമുള്ള കോൺഗ്രസ് MLA-മാർ BJP ബ്ലോക്കിനൊപ്പം അലിഞ്ഞു ചേരുകയും ഭാവിയിൽ അവരുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്യുന്ന രീതി നമുക്ക് തള്ളിക്കളയാനാകും. BJP അവരുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് രേഖപ്പെടുത്തിയത്, 11.43%. അങ്ങനെയുള്ള BJPക്ക് എങ്ങനെയാണ് 3 സീറ്റുകൾ നേടാനായിട്ടുള്ളത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞു പാളീസായ 2020യെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് BJP എന്തിനാണ് അവരുടെ ശക്തിദുർഗങ്ങളായ സീറ്റുകൾ കൈമാറിയത്? 2020ക്ക് BDJSന് 41 സീറ്റുകളാണ് BJP നൽകിയത്. അവരുടെ ശക്തി കേന്ദ്രങ്ങൾ സാധാരണഗതിയിൽ BJP കൈമാറാറുണ്ടോ? ഇത്തവണ കൈമാറിയത് ആരെ സഹായിക്കാനാണ്? CPM BJP ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പച്ചയ്ക്ക് BJPയുമായി കച്ചവടം നടത്തുകയായിരുന്നില്ലേ? ഇടതുപക്ഷത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കാനാണ് ഇനി വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിക്കുക. നമ്മൾ ഓരോരുത്തരും സ്വയം ബ്രോഡ്കാസ്റ്റർമാരായി മാറണം. സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും സാമൂഹ്യ മാധ്യമ പ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോയാൽ കൊടുങ്കാറ്റ് പോലെ നമുക്ക് തിരിച്ചു വരാനാണ്. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന്
നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി, ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.